ഹലോ, എല്ലാവർക്കും നമസ്കാരം. മൊബൈലില് ആയതുകൊണ്ട് ഇടയ്ക്കൊക്കെ വിട്ടുപോവാണ്. നമ്മുടെ GCD മാർട്ട് എന്ന ഒരു കൺസെപ്റ്റ്, മൾട്ടി വെണ്ടർ കൊമേഴ്സ് സൈറ്റ്, അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താ പറയാ, പലർക്കും അത് വിശ്വസിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ചില സ്ഥലങ്ങളിൽ നമുക്ക് പരുഷമായ വാക്കുകൾ കേൾക്കുന്നത്. പക്ഷെ എന്നാൽ ഇപ്പോൾ നമ്മളെ തേടി ഓരോ കമ്പനിക്കാരും വരികയും ഇത്രയും നല്ലൊരു പ്രൊജക്റ്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് പലരും നമുക്ക് ഡീലർഷിപ്പ് തരാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനവും അത് ലോക നന്മയ്ക്കായിട്ട് കൂടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ നമുക്ക് നല്ല പുരോഗതി ഉണ്ടാവും. നമ്മുടെ GCD മെമ്പേഴ്സ് എല്ലാവരും തന്നെ ഒരുപോലെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തില് നമുക്ക് ഉയർച്ചകളുണ്ടാവും. അത് ലോക നന്മയ്ക്കായിട്ടും ജനങ്ങളുടെ നന്മയ്ക്കുമായിട്ട് പെരുമാറുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മളിലേക്ക് ഓരോ കമ്പനിക്കാർ വരികയും. ഇതിന്റെ തുടക്ക സമയത്ത് നമ്മൾ ഈ കൺസെപ്റ്റ് പലരോടും പറഞ്ഞപ്പം അവരൊക്കെ അത് തിരസ്കരിച്ചു. ഇതൊന്നും ഞങ്ങൾക്ക് ആമസോൺ ഉണ്ട്, ഫ്ലിപ്കാർട്ട് ഉണ്ട്, ഇന്ത്യ മാർട്ട് ഉണ്ട്, 3 കമ്പനി, മേജർ കമ്പനി. അപ്പൊ അന്ന് ഞാൻ അവരോട് പറഞ്ഞൊരു വാക്ക്, അവരെല്ലാം വിദേശ കമ്പനിയും ഇൻഡിവിജ്വൽ പേഴ്സൺ. ഈ GCD മാർട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതൊരു ജനകീയ പ്രസ്ഥാനമായിട്ട് മാറുകയും ജനങ്ങൾക്ക് പ്രയോജനമുള്ള രീതിയിൽ നമ്മൾ പെരുമാറുമ്പോൾ ഇതിന്റെ എല്ലാ നേട്ടങ്ങളും ഇതിനകത്തുള്ള മെമ്പേഴ്സിനും അതുപോലെ തന്നെ എല്ലാ രീതിയിലും നേട്ടങ്ങൾ എല്ലാവർക്കും ലഭ്യമാകുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഈ നിലയിലേക്ക് എത്തുമ്പോൾ വിവിധ കമ്പനികളുടെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്കും കൂടി ഇത് വലിയ ഉപകാരപ്രദമാക്കുന്ന രീതിയിലാണ് നമ്മളിതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അതിനെല്ലാം പ്രത്യേകം സ്ട്രാറ്റജി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോട് കൂടി ചേർന്ന് നിൽക്കുന്ന കമ്പനിക്കാർക്ക് സ്പെഷ്യലായിട്ട് അവർക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യും. അതായത് നമ്മുടെ ഈ തുടക്ക സമയത്ത് നമ്മളെ വിശ്വസിച്ച കുറെ കമ്പനിക്കാരുണ്ട്, അല്ലെ ജനങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും നിലകൊണ്ടില്ല. കാരണം ഒരു പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ കഷ്ടപ്പെടുന്നവരെ മറന്നുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം തന്നെ എൽട്ടൺസ് എന്ന് പറഞ്ഞ ഒരു കമ്പനി വിസിറ്റ് ചെയ്യുകയും അന്ന് ഇതുപോലെ തന്നെ അവരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ അവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ കാണിക്കുകയും എല്ലാം ചെയ്യും. അന്ന് ഞാൻ അവർക്ക് കൊടുത്ത വാക്കാണ്, ഞങ്ങൾ ഓഫ്ലൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് നമ്മൾ എടുക്കാം. അപ്പൊ നമ്മൾ ഏത് കമ്പനിക്കാരുമായിട്ടാണോ ടൈപ്പ് ആവുന്നത് ആ കമ്പനിക്കാർക്ക് കൂടി വേണ്ടിയിട്ട് നമ്മൾ നിലകൊള്ളും. അത് നമ്മുടെ ബയേഴ്സിനാണെങ്കിലും അതേ രീതിയിലുള്ള പ്രവർത്തനം, അതേ രീതിയിലുള്ള പ്രയോജനം ഉണ്ടാവും. ഇതാണ് നമ്മൾ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഒരു 3 വർഷം കൊണ്ട് GCD മാർട്ട് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനമായിട്ട് മാറും. അവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയില് GCD മാർട്ടിലൂടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പർച്ചേസ് ചെയ്യാം. അപ്പൊ അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഏതൊരു കമ്പനിക്കാരനും ചിന്തിക്കുന്നത് അവന്റെ പ്രൊഡക്റ്റ് വിട്ട് അവന് ലാഭം കിട്ടുക എന്നുള്ളതാണ്. പക്ഷെ ഞാനത് പഠിച്ചു വെച്ചൊരു കാര്യം, ആമസോൺ ആയിക്കോട്ടെ, ഫ്ലിപ്കാർട്ട് ആയിക്കോട്ടെ, ഇന്ത്യ മാർട്ട് ആയിക്കോട്ടെ, അവർക്ക് സാധനം അതിലൂടെ പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പൈസ കമ്പനിക്കാരന് കിട്ടും. അതിൽ നിന്നും വ്യത്യസ്ത രീതിയിൽ നമ്മൾ അവർക്ക് അല്ലെങ്കിൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ് ക്രിപ്റ്റോ കറൻസിയുടെ കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് ലഭ്യമാകാം. ഇത് തന്നെ നമ്മുടെ ഡൊമിനിക് സാറിനോട് ഞാൻ പറഞ്ഞു ഞങ്ങൾ നിങ്ങൾ അടിക്കാൻ ഒരു 4-5 ലക്ഷം രൂപയുടെ സാധനം മേടിക്കണം, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ കേട്ടത്. ആ പൈസ നിങ്ങൾക്ക് ബാങ്കിൽ കിടന്നാലും അല്ലെങ്കിൽ ഒരാഴ്ച കിടന്നു കഴിഞ്ഞാലും അല്ല 2 ആഴ്ച കഴിഞ്ഞാലും നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് $1 വില വർദ്ധിക്കുക അല്ല $2 ആയിക്കഴിഞ്ഞാൽ ആ എമൗണ്ടിന്റെ 3 ഇരട്ടി കാശ് അല്ലെ 2 ഇരട്ടി പൈസ കിട്ടും. ഈ സ്ട്രാറ്റജി ആർക്കുണ്ടാക്കാൻ സാധിക്കും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വരും നാളുകളിൽ GCD എന്ന് പറയുന്ന കൺസെപ്റ്റിലുള്ള പ്രവർത്തനം അത് ലോകത്ത് തന്നെ വലിയ ചർച്ചയിലേക്ക് മാറും. 10ഓളം പ്രൊജക്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ കൺസെപ്റ്റ് ലോകം അറിയണം. നമ്മുടെ കൺസെപ്റ്റ് ലോകം മുഴുവനും അറിയണമെങ്കിൽ നമ്മൾ എങ്ങനെ അറിയും? 0 ലെവലിൽ നിന്ന് തുടങ്ങിയ പ്രസ്ഥാനത്തിൽ നിന്നും നമ്മൾ അമേരിക്കൻ പ്രസിഡന്റോ ട്രംപോ ഒന്നുമല്ല, അല്ലെങ്കിൽ ജിയോ, അദാനി പോലുള്ള കമ്പനിയല്ല, സാധാരണ ഒരു വ്യക്തിയാണ്. അപ്പൊ സാധാരണ ഒരു വ്യക്തിയിൽ നിന്ന് 0 ലെവലിൽ നിന്നിട്ട് നമുക്ക് എത്തിപ്പിടിക്കേണ്ടടുത്ത് എത്തുകയും
അതിനോടൊപ്പം തന്നെ കൂടെയുള്ളവരും രക്ഷപ്പെടുക, അല്ലെങ്കിൽ ആ ടോക്കൺ ഹോൾഡേഴ്സും ഇനി അതും അല്ലെങ്കിൽ തന്നെ അവർക്കും കൂടി കൂടുതൽ ബെനിഫിറ്റ് ആകുന്ന രീതിയിലേക്കാണ് നമ്മളതെല്ലാം ചെയ്യുന്നത്. എല്ലാവർക്കും നല്ലത് ഭവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കൂട്ടായ പരിശ്രമം നമ്മുടെ എല്ലാ GCD മെമ്പേഴ്സും, ഞാൻ ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ എല്ലാം മറ്റുള്ള എല്ലാം ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. നമ്മുടെ GCD പല മെമ്പേഴ്സും വളരെയധികം നല്ല രീതിയിൽ പോസ്റ്റർ ഡിസൈൻ ചെയ്ത് അവരുടെ കഴിവിന്റെ പരമാവധി പോസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അവരൊക്കെ തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ എന്താ പറയുക സ്ട്രോങ് പില്ലർ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ആൾക്കാർ. നമ്മൾ ഇവിടുന്ന് തുടങ്ങിയതിന് ശേഷം നമ്മൾ പല പല സംസ്ഥാനങ്ങളിലേക്കും പല രാജ്യങ്ങളിലേക്കും പോകും, ഉറപ്പായിട്ടുള്ള കാര്യം. അപ്പൊ ഇത് നമ്മുടെ കൺസെപ്റ്റ് ലോക ജനതയിൽ എത്തിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സിനിമ എന്ന് പറഞ്ഞ മാധ്യമങ്ങളിലൂടെ ഈ ലോകത്ത് നടക്കുന്ന സംഭവവികാസങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അതിനെ നമ്മൾ ക്രിപ്റ്റോ ബേസിൽ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. രാജ്യത്തിന്റെ പുരോഗതി നമുക്കറിയാം. ഇന്ന് ലോകത്ത് മൂന്നാമത്തെ സ്ഥാനം വന്നിരിക്കുകയാണ് ഇന്ത്യ. ഇനിയുള്ള നാളുകളിലും ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തുമ്പോൾ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാനും വരുമാനം ലഭ്യമാകുന്ന രീതിയിലുള്ള കാര്യം കൂടി ചെയ്തെങ്കിലേ നമുക്ക് ലോക രാജ്യങ്ങളുടെ മുമ്പിൽ ഏറ്റവും നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റും. അപ്പൊ അത് നമ്മുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം. എല്ലാം നമ്മൾ സർക്കാരിനെ മാത്രം കുറ്റം പറയാൻ പാടില്ല. അത് സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും നമ്മൾ അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല. അതിന് സൊല്യൂഷൻ നമ്മുടെ ഭാഗത്ത് നമ്മൾ തന്നെ കണ്ടെത്തുക എന്നുള്ളത്. അത്തരം കാഴ്ചപ്പാടിലൂടെ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണെങ്കിലും അതേപോലെ തന്നെ മറ്റു രീതിയിലുള്ള ആൾക്കാർക്കൊക്കെ ഈ പ്രസ്ഥാനം കൊണ്ട് വളരെയധികം നേട്ടങ്ങൾ